സംഗീത എന്ന് പറഞ്ഞ നായിക അധികം വന്ന് മലയാളികൾക്ക് പരിചയമല്ല. അവർ തമിഴിൽ അഭിനയിക്കുന്നുണ്ട്, മലയാളത്തിൽ അഭിനയിക്കുന്നുണ്ട്, അനിയമ്പാവ് ചേട്ടമ്പാവിലൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത്ര പരിചിതമല്ല മലയാളികൾക്ക്. ആ സമയത്താണ് ശ്രീനിവാസൻ ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്താണ് മോഹൻലാൽ ഇങ്ങനെ ചോദിച്ചു. മോഹൻലാൽ ഈ കഥ അറിയാം ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ട. അപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെ കാര്യങ്ങളൊക്കെ നായികനൊക്കെ ഫിക്സ് ആയെന്ന് ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു നായികയൊന്നും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഇതൊരു സ്ഥിരം ഒരു നായിക വേണ്ട, പ്രത്യേകിച്ച് ഭയങ്കര ഒരു കണ്ടാൽ ഒരു സിനിമ നടിയുടെ ലുക്കുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മലയാളികൾക്ക് ഒരു ഭയങ്കര ഒരു ആരാധനയുള്ള ഒരു നായിക, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു നായിക വേണ്ട, അത്ര പരിചിതമല്ലാത്ത നായിക മതി എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സജഷനായിരുന്നു സംഗീത എന്ന് പറയുന്ന നായികനെ. മോഹൻലാൽ തമിഴിൽ അത്യാവശ്യം സിനിമകൾ ചെയ്യുന്നുണ്ട്, മലയാളത്തിലുണ്ട്, പക്ഷെ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു തമിഴ് സിനിമയിലും സംഗീത അഭിനയിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീനിവാസൻ ഒരു തമിഴ് സിനിമയിൽ ആ സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ തോന്നിയത് ആപ്റ്റാന്ന് പറഞ്ഞിട്ടാണ് സംഗീതനെ കൊണ്ടുവന്ന് ആ സിനിമയിൽ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം സംഗീതയ്ക്ക് വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി.